നമസ്കാരം. ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും. സത്യം ചെയ്യും. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങിയെത്തി. പാലക്കാട്ടെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. ബൊക്കെ നൽകി സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. കൂക്കി വരവേറ്റ് CPM പ്രവർത്തകർ. എല്ലാം കോടതിയിൽ പറയുമെന്ന് രാഹുലിന്റെ വെല്ലുവിളി നടക്കില്ലെന്ന് കെ മുരളീധരൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. രാഹുലിനെ ചൊല്ലി കോൺഗ്രസിൽ പോര്. രണ്ടാമത്തെ പരാതി ആസൂത്രിതമെന്ന് സണ്ണി ജോസഫ്. KPCC അധ്യക്ഷന്റെ വെൽ ഡ്രാഫ്റ്റഡ് പരാമർശം തള്ളി പ്രതിപക്ഷ നേതാവ്. ഇനിയും വലിയ കാര്യങ്ങൾ പുറത്തു വന്നേക്കാമെന്ന് മുഖ്യമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതി കേരളം. വടക്കൻ ജില്ലകളിൽ പോളിംഗ് 74.52%. വോട്ടെടുപ്പിനിടെ പലയിടത്തും സംഘർഷം. LDF ചരിത്ര വിജയം നേടുമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനെതിരായ വിധിയെഴുത്താകുമെന്ന് സണ്ണി ജോസഫ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കാർക്ക് തിരിച്ചടിയുണ്ടാകുമെന്ന് കെ സുരേന്ദ്രൻ. വിശ്വാസികൾ സർക്കാരിനൊപ്പമെന്ന് മുഖ്യമന്ത്രി. ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത ചിലത് നടന്നതായി പിണറായി. ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. കൊള്ളയിൽ ഉന്നതർ ഇപ്പോഴും CPM-നുള്ളിലെന്ന് രമേശ് ചെന്നിത്തല. പത്മകുമാറിനെതിരെ നടപടി ഉചിതമായ സമയത്തെന്ന് AK ബാലൻ. സന്നിധാനത്ത് ഭക്തജന തിരക്ക്. വാർത്തകളിലേക്ക് വിശദമായി. 15 ദിവസമായി ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് വോട്ട് രേഖപ്പെടുത്തി. 4:45 പാലക്കാട് കുന്നത്തുമേട് ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 15 ദിവസം നീണ്ട ഒളിവിന് ശേഷമാണ് രാഹുൽ ഇന്ന് പുറത്തേക്ക് വരുന്നത്. തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിക്ക് മുന്നിലുണ്ട് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. സമരം ചെയ്യലില്ല. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കും. സത്യം ചെയ്യും. പാലക്കാടുണ്ടാവോ? പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അല്ല എന്താ ഇല്ല എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അല്ല പാലക്കാടുണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോ ഈ കേസ് കോടതിയിലേക്ക് നിൽക്കുകയാണ്. മുൻകൂർ ജാമ്യം എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട്. ഇനി കോടതി തീരുമാനിക്കട്ടെ. സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാം. കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല എന്നാണ്. MLA ബോർഡ് വെച്ച വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 15 ദിവസത്തെ ഒളിവിന് ശേഷം പാലക്കാട് എത്തിയത്. CPM പ്രവർത്തകർ രാഹുലിന് നേരെ കൂക്കി വിളിച്ചു. വിവരങ്ങളുമായി CV അനുമോദും TG സജിത്തും ചേരുകയാണ്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, ചുരുക്കം ചില വാക്കുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശരീരഭാഷ പലർക്കുമുള്ള മറുപടിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പാലക്കാട് ഉണ്ടാകും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. വളരെ കരുതി കൂട്ടിയുള്ള സമീപനമാണ് ഇന്നുണ്ടായത്. കൃത്യം 1 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോൾ വോട്ടിങ്ങിന് 1 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുന്നു, വോട്ട് ചെയ്യുന്നു, പിന്നീട് ഈ പ്രതികരണങ്ങൾ നടത്തുന്നു. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന സന്ദേശം പാർട്ടിക്കും ജനങ്ങൾക്കും? വളരെ ആസൂത്രിതമായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ വോട്ടിങ്ങിനുള്ള വരവ്. വോട്ടിംഗ് തീരാൻ ഏകദേശം 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് രാഹുൽ കുന്നത്തൂർമേട്ടിലെ ബൂത്തിലേക്ക് എത്തിയത്. പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, ചുരുക്കം ചില പ്രവർത്തകരായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അതിനുശേഷം വോട്ടിംഗിന് ശേഷം വോട്ട് ചെയ്തതിനു ശേഷം പുറത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചതാകെ
എല്ലാം കോടതിക്ക് മുമ്പിലാണ്, സത്യം കോടതിയിൽ ബോധ്യപ്പെടുത്തും, മറ്റൊന്നും കൂടുതൽ പറയാനില്ല എന്ന് പറഞ്ഞ് 15 ദിവസത്തെ ഒളിവ് ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും കോടതിയിൽ രാഹുൽ സമർപ്പിച്ച വിശദീകരണത്തിലുള്ള ചോദ്യങ്ങൾക്കും ഒക്കെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു രാഹുൽ ചെയ്തത്. അതിനുശേഷം രാഹുൽ ആദ്യം പോയത് ഒരു ചായ സാധാരണ കുടിക്കുന്നിടത്താണ്. അത് താൻ സാധാരണ പോലെ തന്നെയാണെന്ന് കാണിക്കാൻ, അങ്ങനെ ആരെയൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമായിരുന്നു രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് പറയേണ്ടി വരും. സാധാരണ കാണുന്ന പോലെ ചിരിച്ച്, സാധാരണ കാണുന്ന പോലെ സംസാരിച്ച് ഒക്കെ ഒന്നും നടന്നിട്ടില്ല എന്ന് ആരൊക്കെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ശരീരഭാഷയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ചായക്കടയിൽ പോയി അവിടെ എത്തിയ മാധ്യമങ്ങളോട് ഇന്ന് തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, താൻ പാലക്കാട് തന്നെ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ഓഫീസിലേക്ക്, MLA ഓഫീസിലേക്ക് രാഹുൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ആവർത്തിച്ചു. ഇന്ന് പറയാനുള്ളതെല്ലാം താൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, എല്ലാം കോടതിയിൽ ബോധ്യപ്പെടുത്തും എന്ന് മാത്രം വീണ്ടും ആവർത്തിച്ചുള്ള മറുപടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നത്. രാഹുലിനൊപ്പം KSUവിൻ്റെ ജില്ലാ നേതാവ് ആണ് ഉണ്ടായിരുന്നത്. എന്തിന് ഈ പാർട്ടി പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നു എന്ന ചോദ്യത്തിന് ഒന്നും തന്നെ മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എല്ലാം രാഹുലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നൊരു മറുപടി മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന് ഒരു തരത്തിലും ഇനി രാഹുലിനെ പാർട്ടിയുടെ ഒപ്പം നിർത്തില്ല എന്ന് നേതൃത്വം, പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് തനിക്ക് തൻ്റെ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ തണലിൽ കിട്ടിയ ഈ MLA പദവി അലങ്കരിച്ചിരിക്കുന്ന MLA ഓഫീസിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ എല്ലാം കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്ന മറുപടി പറഞ്ഞ് സാധാരണ മട്ടിൽ ഇവിടെ ഇരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമുണ്ടെന്ന് രാവിലെ തന്നെ വ്യക്തമായിരുന്നു. രാവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ രണ്ടാമത് ഉയർന്ന പരാതിയെക്കുറിച്ച് അത് ആസൂത്രിതമാണെന്ന കോടതിയുടെ നിലപാടിനെ സാധൂകരിച്ചുകൊണ്ട് രാഹുലിനെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനുമൊക്കെ ആ നിലപാട് തിരുത്തുകയും കൃത്യമായിട്ട് അത് തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം നിലനിൽക്കെ തനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നവരുടെ പിന്തുണ പിടിച്ചുപറ്റാം, അവരുടെ പിൻബലത്തോടെ പാർട്ടിയിലേക്ക് തിരിച്ചു കയറാം, വീണ്ടും പാലക്കാട് തുടരാം എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ അതിനുള്ള ശ്രമം രാഹുലിൻ്റെ ഭാഗത്തുണ്ട് എന്ന് പറയാതെ വയ്യ. എന്നാണെങ്കിലും ഈ 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ ഇവിടെ എത്തി മാധ്യമങ്ങളോട് ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ ശ്രമിച്ച് പെരുമാറുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെയാണ് നമ്മളിവിടെ കണ്ടത്. എന്നാണെങ്കിലും ഇപ്പോഴും രാഹുലിൻ്റെ ഓഫീസിന് മുൻപിൽ മാധ്യമങ്ങളുടെ സംഘം ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ 1-2 പേർ എത്തിയിരുന്നു. പക്ഷേ കൂടുതലൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായിരിക്കും രാഹുലിൻ്റെ ഇനിയുള്ള നിലപാട്, നടപടികൾ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തന്നെ തുടരുകയാണ്. വളരെ ആസൂത്രിതമായ ഒരു റീ എൻട്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്ന് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വോട്ടിംഗ് അവസാനിക്കുന്ന മണിക്കൂർ അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. MLA വാഹനത്തിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി ചായക്കടയിലേക്ക് പോകുന്നു. അവിടെ മാധ്യമങ്ങളെ ക്ഷണിക്കും വിധം അവിടേക്ക് പോകുന്നു. അവിടെയും മാധ്യമങ്ങളോട് താൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി ഒന്നും പറയില്ല എന്ന് പറയുന്നു. പക്ഷെ അതൊക്കെ വളരെ ആസൂത്രിതമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വരവ് ചില സന്ദേശങ്ങൾ ചിലർക്ക് നൽകാൻ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. പാർട്ടിയിൽ ഒരു വിഭാഗം വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷയുടെ കോടതിയുടെ സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. സത്യം ജയിക്കട്ടെ, തനിക്ക് പറയാനുള്ളത് കോടതിയിൽ പറയും, കോടതിയിൽ എനിക്കെതിരെ പറയാനുള്ളതുമുണ്ട്, അവിടെയെല്ലാം വിശദീകരിക്കും എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായി പറയാൻ പറഞ്ഞത്. അതിനുമപ്പുറം പാലക്കാട് തന്നെ ഉണ്ടാകും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. തന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാകില്ലേ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. അതായത് പാലക്കാട് ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാകില്ലേ എന്നതാണ് ചോദിക്കുന്നത്. പിന്നീട് രാഹുൽ അത് സമ്മതിക്കുന്നു, താൻ പാലക്കാട് തന്നെ ഉണ്ടാകും, MLA സ്ഥാനം രാജിവെക്കില്ല എന്ന സൂചനയും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായ സന്ദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വരവിലൂടെ എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. അത് പാർട്ടിയിൽ തന്നെ എതിർക്കുന്ന ഒരു വിഭാഗത്തിനുള്ള കൃത്യമായ മറുപടി കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. TG സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, ഈ സ്ത്രീ പീഡന വിഷയങ്ങളിൽ കോൺഗ്രസിനുള്ളിൽ 2 അഭിപ്രായം നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിലീപ് വിഷയത്തിൽ ഉൾപ്പെടെ
UDF കൺവീനർ ഈ വിഷയവുമായി സ്വീകരിച്ച് പരസ്യമായി എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. നേതാക്കൾക്ക് അത് തിരുത്തേണ്ടി വരികയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മണിക്കൂറുകളിൽ പോലും ആ വിഷയത്തിൽ വലിയ ഭിന്നത UDF-ൽ നിലനിൽക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അത് വളരെ സ്പഷ്ടവുമാണ്. ഇന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞ പരാമർശങ്ങളും വൈകുന്നേരത്തെ രാഹുലിന്റെ റീ എൻട്രിയും നൽകുന്ന സൂചന എന്താണ്? കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോഴും രാഹുലിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണോ ഈ കാര്യങ്ങൾ കൂട്ടി വായിച്ചാൽ? രേണു, എന്തായാലും കോൺഗ്രസിന് അല്പം ആശ്വസിക്കാം. കാരണം തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ ഈ നാടകീയ കാഴ്ചകൾ ഉണ്ടായില്ലല്ലോ എന്നതിൽ. കാരണം ഉണ്ടായിരുന്നെങ്കിൽ, രാഹുൽ വന്നിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ ഈ വെല്ലുവിളി നടത്തിയിരുന്നെങ്കിൽ അത് ഈ ദിവസത്തെ തെരഞ്ഞെടുപ്പിനെ ആകെ തന്നെ ബാധിക്കുന്ന വിഷയമായി തന്നെ മാറിയേനെ. പക്ഷേ ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിക്കാൻ, രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ 1 മണിക്കൂർ അവശേഷിക്കുകയാണ് രാഹുൽ ഈ നാടകീയ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. ഇതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: രാഹുൽ തനിക്കെതിരായ ആരോപണങ്ങൾ കോടതിയിൽ തെളിയിക്കട്ടെ എന്ന നിലപാടെടുക്കുന്നു. മാധ്യമങ്ങളോട് അതിനപ്പുറം പ്രതികരണത്തിന് തയ്യാറായില്ല. പാർട്ടിയുടെ നടപടിയിൽ വിശദീകരണമോ നിലപാട് പറയാനോ തയ്യാറായിട്ടില്ല. ഒളിവിൽ കഴിഞ്ഞതാണോ, ഒളിവിൽ കഴിഞ്ഞതെങ്കിൽ എവിടെ എന്ന ചോദ്യത്തിനും മറുപടി പറയില്ല. ഇങ്ങനെയൊന്നും കാര്യങ്ങൾക്ക് മറുപടി പറയാതെ രാഹുൽ താൻ പാലക്കാട് ഉണ്ടാകുമെന്ന് പറയുന്നതിലൂടെ രാഹുലിൻ്റെ ലക്ഷ്യം MLA ആയി തുടരുക തന്നെയാണ്. അത് വ്യക്തമാണ്. രാഹുലിൻ്റെ നീക്കം അത് തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു വ്യക്തിക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാവുമെന്നതാണ് ചോദ്യം. ഇത് കോൺഗ്രസിനെ കുഴയ്ക്കുന്ന ഒരു വിഷയമാണ്. പ്രാദേശിക നേതൃത്വം, നമുക്കൊരുപക്ഷെ ആ ദൃശ്യങ്ങളടക്കം ഉണ്ടാകും. അവിടെ രാഹുൽ കാറിൽ വന്നിറങ്ങുമ്പോൾ ഒരു ചുവന്ന ബൊക്കയുമായി വന്ന ഒരു പ്രവർത്തകൻ സ്വീകരിക്കാൻ വരുന്നു. രാഹുൽ അത് വാങ്ങിയില്ല. ഒരുപക്ഷെ ആ ദൃശ്യം പുറത്തു വന്നാൽ അതുണ്ടാക്കുന്ന ഒരു വലിയ ക്ഷീണം മുന്നിൽ കണ്ടുകൊണ്ടാവാം രാഹുൽ ഇത് വാങ്ങാൻ തയ്യാറായില്ല. പക്ഷേ രാഹുലിനെ അങ്ങനെ സ്വീകരിക്കാനും അവിടെ ആളുണ്ടായി എന്നതാണ് സാഹചര്യം. അത് കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ പ്രവർത്തകനാണെന്ന് ഉറപ്പാണ്. അങ്ങനെ പാലക്കാട് കേന്ദ്രീകൃതമായ ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയിൽ ഒരു ബദൽ നീക്കത്തിന് രാഹുൽ ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉണ്ടാവുന്ന ചിത്രം. ആ നീക്കത്തിന് എത്ര നാളത്തെ ആയുസ്, എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി അങ്ങനെയെങ്കിൽ നേരിടുന്ന 2 വെല്ലുവിളിയാണ്. പാർട്ടിയുടെ രാഷ്ട്രീയ നീക്കത്തെ പ്രതിരോധിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാനാകും. രണ്ടാമത്തെ കാര്യം, ഇതിനിടയിൽ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങളാണ്. അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യൽ ഒരു വശത്തുണ്ടാവാനിരിക്കുന്നു. ഇതാ ഇപ്പോൾ മുൻകൂർ ജാമ്യം കിട്ടിയ 2ാമത്തെ കേസിലടക്കം സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ്റെ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇങ്ങനെ വെല്ലുവിളികൾ ഏറെയുണ്ട്. ഇതിനിടയിലാണ് ഇത്തരമൊരു നീക്കത്തിന് കൂടി ഒരുങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മറ്റ് പ്രതികരണങ്ങൾക്കൊന്നും രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ടില്ല. എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഇത്തരമൊരു നീക്കം നടത്തുന്നതിലൂടെ, രാഹുൽ ഒരുങ്ങുന്നതിലൂടെ ചില സൂചനകളുണ്ട്. ആ സൂചനകളുടെ അവസാനം എവിടെ എത്തുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് കേരള രാഷ്ട്രീയം. നമുക്കറിയാം, ഇന്ന് വളരെ പ്രധാനപ്പെട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടം കൂടി പൂർത്തിയായിരിക്കുന്നതാണ്. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഇടുത്തി പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇങ്ങനെ കൂടി ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. പാർട്ടിക്ക് വിധേയനാകില്ല താൻ, അത് പാർട്ടി പുറത്താക്കിയതിനു ശേഷവും പാർട്ടിക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ താൻ പോകില്ല എന്ന ഒരു സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് നൽകുകയാണ്. താൻ ഇവിടെ തന്നെ ഉണ്ടാകും. മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും രാഹുൽ കാണിക്കുന്ന ഈ നാടകം ചിലർക്കുള്ള സന്ദേശമാണ് എന്ന് പറയാതെ വയ്യ. ഈ വിഷയത്തിൽ ആദ്യ പ്രതികരണം വരുന്നത് K. മുരളീധരന്റെ ഭാഗത്തു നിന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ K. മുരളീധരനാണ്. K. മുരളീധരൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത് ഒന്ന് കേൾക്കാം. അല്ല, അതൊരു എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ. ഒരു വോട്ടവകാശമുള്ള ഒരു പൗരൻ വന്ന് വോട്ട് ചെയ്ത് പോയി. അതിൽ കൂടുതലായിട്ട് ഞങ്ങൾക്ക് അതിൽ കാര്യമൊന്നുമില്ല. അതേപോലെ ഈ വന്ന വ്യക്തി ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ ആരുമല്ല, ഒരു കണക്കിലും ബാധിക്കില്ല. പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ, അയാൾ ഒരു ഇന്ത്യൻ പൗരനാണല്ലോ, പൗരന് വോട്ടവകാശമുണ്ട്. അതുകൊണ്ട് വന്ന് വോട്ട് ചെയ്ത് പോയി. അതല്ല, ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. അതിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്താക്കിയ ആളാണ്. പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനത്തുള്ളവരാണെങ്കിൽ നാളെ പരിശോധിച്ച് പാർട്ടി ജില്ലാ നേതൃത്വം നടപടിയെടുക്കും. പാർട്ടിക്ക് പുറത്തുള്ള ഒരാളെ കുറിച്ച് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പല കൊമ്പന്മാരും പാർട്ടിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരൊക്കെ കൊമ്പ് താത്തിയിട്ടുമുണ്ട്. 1% പോലും പുനർചിന്തനമില്ല. 1% പോലും പുനർവിചിന്തനം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇല്ല എന്നാണ് K. മുരളീധരൻ പറയുന്നത്. K. മുരളീധരന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. 1% പോലും പുനർവിചിന്തനമില്ല. ഇതിനേക്കാൾ വലിയ കൊമ്പന്മാർ കൊമ്പ് കുത്തിയിട്ടുണ്ട് എന്നുകൂടി K. മുരളീധരൻ പറയുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ആകെയുള്ള നിലപാട് ഇതാണ് എങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ പ്രശ്നം ഈ നിലപാടല്ല കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും എന്നുള്ളതാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും K. മുരളീധരനും ഒഴിച്ചു നിർത്തിയാൽ മറ്റേതൊക്കെ നേതാക്കൾ ഈ വിധത്തിലൊരു മറുപടി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകും എന്ന് നമുക്കറിയില്ല. അവിടെയാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്ന വലിയ പ്രതിസന്ധി, UDF-നെ കാത്തിരിക്കുന്ന വലിയ പ്രതിസന്ധി കിടക്കുന്നത്. നമുക്ക് അനുമോദിലേക്ക് ഒരിക്കൽ കൂടി പോകാം. അനുമോദ്, വേണമെങ്കിൽ
വന്ന് വോട്ട് രേഖപ്പെടുത്തിയാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാം. വന്ന് വോട്ട് ചെയ്ത് മാത്രം മടങ്ങിയാൽ മതി. പക്ഷേ അവിടെ നിന്ന് ചായക്കടയിൽ പോകുന്നു, ചായക്കടയിൽ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ട് ആനയിച്ച് വരുത്തുന്ന രീതിയിൽ പെരുമാറുന്നു. മാധ്യമങ്ങൾ മൈക്ക് വെക്കുമ്പോൾ അയ്യോ ഞാനൊന്നും പറയത്തില്ല കേട്ടോ, ഞാൻ ഇത്രേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. മാധ്യമങ്ങളെ ഇളിഭ്യരാക്കാൻ നോക്കുന്നു, വളിച്ച ചിരി ചിരിക്കുന്നു, ചിരി കൊണ്ട് എല്ലാം എന്തോ നടത്തിയെടുക്കുന്നു എന്ന തരത്തിലുള്ളൊരു മുഖഭാവം. തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വരുത്താൻ ശ്രമിക്കുന്നു. താൻ എന്തോ വലിയ ക്രെഡിറ്റ് ഉള്ള കാര്യമാണ് ചെയ്തിട്ട് വന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള നീക്കം. അങ്ങനെ വലിയ രീതിയിലുള്ള കോമാളിത്തരം കാട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി അവിടെ നിന്ന് പിന്നീട് ഓഫീസിലേക്ക് വരുന്നു. അവിടെയും മാധ്യമങ്ങളെ അകത്ത് കയറ്റി എന്നാൽ പ്രതികരിക്കില്ല എന്ന് വരുത്തുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുക്കിയ വേദിയാണോ? അങ്ങനെയാണോ? താങ്കളാണല്ലോ അവിടെ ഉണ്ടായിരുന്നത് അനുമോദ്, അങ്ങനെയാണോ ഫീൽ ചെയ്തത്? ഒരു മാധ്യമപ്രവർത്തകൻ പല നേതാക്കളെ കാണുന്ന ആളാണല്ലോ. രേണുക, ഇത് വളരെ കൃത്യമാണ്. രാഹുലിന്റെ നീക്കങ്ങൾ വളരെ ആസൂത്രിതമാണ്. അദ്ദേഹം അത് പ്രീ പ്ലാൻഡ് ആണ് എന്ന് തന്നെ വേണം പറയാൻ. അതല്ലെങ്കിൽ കൃത്യമായിട്ട് വോട്ടിംഗ് തീരാൻ 1 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ അവിടെ എത്തി. അവിടെ മാധ്യമങ്ങൾ രാഹുലിനെ കാത്തു നിൽക്കുന്ന രാഹുലിന് അറിയാം. നമ്മൾ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ അവിടെ പോലീസ് ഇതിനെ തടയുന്നുണ്ട്. പോലീസ് തടയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് ഇത്രമാത്രം എന്താണ് തടയാനുള്ള പ്രശ്നമെന്നാണ് ചോദിച്ച് ഒരു സാധാരണ ബൈറ്റ് തരുന്ന തരത്തിലേക്ക്, സാധാരണ ഒരു പ്രതികരണം തരുന്ന തരത്തിലേക്ക് രാഹുൽ മാറുകയാണ്. അവിടുന്നാണ് ഈ പറയുന്ന ആദ്യത്തെ പ്രതികരണം അദ്ദേഹം നൽകുന്നത്. അതായത് എല്ലാം കോടതിക്ക് മുമ്പിലുണ്ട്, കോടതിയിൽ പറയട്ടെ എന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം കാർ എടുത്ത് പോവുകയാണ്. പിന്നാലെ മാധ്യമങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും പോകുമെന്ന് രാഹുലിന് അറിയാം. ഇതെല്ലാം രാഹുലിന് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ പെരുമാറണം, രാഹുലിൻ്റെ പ്രതികരണത്തിന് വേണ്ടി ഇന്ന് എത്രമാത്രം പരിശ്രമം നടത്തുമെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട്, എല്ലാവരും എത്രമാത്രം നടത്തുമെന്ന് രാഹുലിന് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ രാഹുൽ കൃത്യമായി മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഈ ഒരു തരത്തിലുള്ള നടപടികൾ എടുത്തുള്ളത്. ആ ചായക്കടയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാണ് താൻ എന്ന തരത്തിൽ അവിടെ ഇരിക്കുന്നു. പക്ഷേ പറയുന്നത് താൻ പാലക്കാട് തുടരുന്നു. അതൊരു കൃത്യമായ സന്ദേശമാണ്. ഇപ്പോഴത്തെ രാഹുൽ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്ന രാഹുലിന്റെ ഓഫീസിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ, രാഹുലിൻ്റെ ഓഫീസിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാഹുലിനെ കാണുവാൻ 1-2 പേർ എത്തിയിരുന്നു. അവരോട് രാഹുൽ സംസാരിച്ച് ഇപ്പോൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി സ്വീകരണത്തിൻ്റെ റിസപ്ഷനിൽ അദ്ദേഹം വന്നിരിക്കുകയാണ്. എന്തായിരിക്കും തുടർ നീക്കം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് അറിയേണ്ടതാണ്. പുറത്തിറങ്ങുമോ അതോ അവിടെ വന്ന ആളുകളോട് സാധാരണ പോലെ സംസാരിക്കുന്ന ഒരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ തന്നെ കാണാനെത്തുന്നവരോട് സംസാരിച്ച് അവരോട് പറയാനുള്ളത് കേൾക്കുന്ന ഒരു 2 പരാതികളിൽ പ്രതിയായിട്ടുള്ള കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചൊരു വ്യക്തിയാണ് താനെന്നും പാർട്ടി തന്നെ പുറത്താക്കിയതാണെന്നും അല്ല ഇവിടെ അദ്ദേഹം കാണിക്കുന്നത്. തൻ്റെ MLA കാണാൻ എത്തിയ ആളുകളോട് എങ്ങനെ സാധാരണഗതിയിൽ പെരുമാറുന്നു, അതുപോലെ ഇത്രയും ക്യാമറകൾ ഈ ഓഫീസിന് പുറത്തുണ്ട് എന്ന് കൃത്യമായി അറിയുന്ന രാഹുൽ സാധാരണ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ നടത്തുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ പെരുമാറുന്നു. പാർട്ടിയുടെ വലിയ ഒരു തിട്ടൂരം തനിക്കെതിരെ ഉണ്ടെന്നും പാർട്ടി തന്നെ പുറത്താക്കിയതാണെന്നും. ഇപ്പോ വന്നിരിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA കാണാൻ വേണ്ടി 15 ദിവസം എവിടെയാണെന്നറിയാത്ത ഒളിവിലിരിക്കുന്ന ഒരാളെ കാണാൻ വേണ്ടി ആരും അവിടെ കാത്തിരിക്കില്ലല്ലോ, ഇന്ന് വരാൻ തയ്യാറെടുക്കില്ലല്ലോ. വന്ന് ഈ അരമണിക്കൂറിനുള്ളിൽ നിവേദനം നൽകാൻ ആരും കാത്തിരുന്നിട്ടുണ്ടാകില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയും പ്ലാൻഡ് ആണോ? ആരാണ് അവിടെ വന്ന് പിന്തുണ അറിയിക്കുന്നവർ, ഈ ഷോയ്ക്ക് കൂട്ടുനിൽക്കുന്നവർ? നമുക്ക് മുൻവിധിയോട് അങ്ങനെ പറയാൻ കഴിയില്ല രേണുക. ഒരു സാധാരണക്കാരായ പലരും MLA കാണാൻ വേണ്ടി എത്തും. അവരൊക്കെ പിന്തുണ അറിയിക്കാൻ വേണ്ടി വന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുണ്ടായവരോ അറിയില്ല. അത് അവർ ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് അവർ ചോദിക്കാൻ കഴിയുള്ളൂ. വരുന്നവരെല്ലാവരും രാഹുലിനെ പിന്തുണയ്ക്കാൻ വേണ്ടി വരുന്നവരല്ല. രാഹുലിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളും അതിലുണ്ടാകും. സ്വാഭാവികമായിട്ടും അവർ എന്തിനു വന്നു എന്നുള്ളത് നമുക്ക് അവർ ഇറങ്ങുമ്പോൾ ചോദിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ രാഹുലിന്റെ ശരീരഭാഷ തന്നെ കാണാൻ മുൻപ് നിശ്ചയിച്ച് വന്നവരോട് പെരുമാറുന്ന പോലെ തന്നെയാണ്. ഒന്നും സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു മുഖഭാവത്തോടെ സാധാരണഗതിയിൽ സംസാരിക്കുന്നത് പോലെ ഒപ്പമുള്ളവരോട് ചോദിച്ച്, ഒപ്പമുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് മറുപടി പറയുന്ന ഒരു ശരീരഭാഷയിലാണ് രാഹുൽ പെരുമാറുന്നത്. നേരത്തെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത് ഇവിടുത്തെ KSUവിൻ്റെ ഒരു നേതാവാണ്. അദ്ദേഹം പക്ഷേ ചോദ്യങ്ങളോടൊന്നും പറയാൻ ഒന്നുമില്ല, എല്ലാം രാഹുലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു എന്ന ഒരു മറുപടിയിലൂടെ തിരിച്ചെത്താം. അനുമോദ്, നമുക്കൊപ്പം C കൃഷ്ണകുമാർ, പാലക്കാട്ടെ BJP നേതാവ് ചേരുകയാണ്. ശ്രീ C കൃഷ്ണകുമാർ, പാലക്കാട് MLA 15 ദിവസത്തിന് ശേഷം മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഓഫീസിലിരുന്ന് പ്രശ്നങ്ങൾ, തന്നെ കാണാനെത്തിയവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അല്ല, ഒരു ജനപ്രതിനിധി ഒരു MLA മാസക്കണക്കിന് ഒളിവിലിരിക്കുക, വീണ്ടും കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഒളിവിൽ നിന്ന് പുറത്തു വരിക, വീണ്ടും മുങ്ങുക. ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ ഒരു MLAക്ക് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ഇതുപോലെ ഒളിച്ചുകളി നടത്തേണ്ട അവസ്ഥ. പാലക്കാട്ടുകാർക്ക് മുഴുവൻ അപമാനമാണ് പാലക്കാടിന്റെ MLA. അദ്ദേഹം ഇനി എത്ര തവണ പൊങ്ങിയാലും പാലക്കാട്ടുകാരുടെ മനസ്സിൽ നിന്ന് അദ്ദേഹം പോയി കഴിഞ്ഞു. പാലക്കാട്ടുകാരെ അദ്ദേഹത്തെ കാണുന്നത് വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമായിട്ടാണ് കാണുന്നത്. കോൺഗ്രസ് ആണ് ഇതിൽ ഒളിച്ചുകളി നടത്തുന്നത്. കോൺഗ്രസ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വഞ്ചിക്കുക. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിന് പുറത്താക്കി എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാർ അകമ്പടി സേവിക്കുക. അയാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വരുന്ന പോസ്റ്ററുകൾ കീറാനും അത് നശിപ്പിക്കാനുമായിട്ട് KSUവിന്റെ പ്രവർത്തകർ രംഗത്തിറങ്ങുക. അപ്പൊ കോൺഗ്രസ് ആരെയാണ് കളിപ്പിക്കുന്നത്? കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ആർജവമുണ്ടെങ്കിൽ പറയണം, രാഹുൽ മാങ്കൂട്ടത്തിലെ ഞങ്ങൾ പുറത്താക്കാൻ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട്, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ട് ഞങ്ങള് അംഗീകരിച്ചിരിക്കുകയാണ്. കോടതി വിധി വന്ന ശേഷം മാത്രമേ ഞങ്ങൾ പുറത്താക്കാൻ തയ്യാറുള്ളൂ എന്നുള്ള പറയാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ എന്തിനാ ഈ ഒളിച്ചുകളി? കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഇപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞുവല്ലോ. ഇന്ന് VD സതീശൻ അത് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ KPCC അധ്യക്ഷൻ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യവും വസ്തുതയാണ്. പക്ഷേ നോക്കൂ ശ്രീ കൃഷ്ണകുമാർ, 15 ദിവസം ഈ MLA എവിടെയാണ് എന്ന് അറിയില്ലായിരുന്നു. 15 ദിവസത്തിന് ശേഷം വരികയാണ്. അവിടെ പൂവൻകോഴിയുടെ പടവുമായി പ്രതിഷേധിക്കാൻ കുറച്ച് CPM പ്രവർത്തകർ ആ ബൂത്തിന് സമീപം ഉണ്ടായിരുന്നു. അവർ അവിടെ പ്രതിഷേധിച്ചു. നിങ്ങൾ കാല് കുത്തിക്കില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞവരാണ് ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ, ഇവിടെ കേരളത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല തന്നെ പ്രതി എന്ന രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന MLA വളരെ ചിരിച്ച് സുസ്മേരവദനായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു. മറ്റുള്ളവർക്കൊക്കെ ഉള്ളൂ പ്രശ്നം, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നതാണ് ബോഡി ലാംഗ്വേജ്. നിങ്ങൾക്ക് അതിലൊന്നും ഒന്നും പറയാനില്ലേ? അല്ല, ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കണ്ടാമൃഗം പോലും നാണിച്ചു പോകുന്ന തൊലിക്കട്ടിയുള്ള ഒരാളെ സംബന്ധിച്ച് എന്തു പറയാനാ? ഇത്രയേറെ ആരോപണങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിയായിട്ട് തുടരാതെ അത് രാജിവെക്കേണ്ട മാന്യതയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ തൊലിക്കെട്ടിയെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. കണ്ടാമൃഗം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കും. പിന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ? ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ പ്രതിഷേധിക്കും. ഒരു ഇന്ത്യയിലെ പൗരൻ എന്നുള്ള നിലയിൽ ഒരു ജനാധിപത്യ രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ വന്ന ഒരാൾക്കെതിരായിട്ട് ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്താൻ തയ്യാറല്ല. ഗോവിന്ദച്ചാമി നാളെ വോട്ട് രേഖപ്പെടുത്താൻ വന്നാലും ഞങ്ങൾ എതിർക്കാൻ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ പ്രതിഷേധിക്കാൻ തയ്യാറല്ല. KPCC പ്രസിഡന്റും നിങ്ങൾ പ്രതിഷേധിച്ചില്ല. പക്ഷെ നോക്കൂ, ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിലാണുള്ളത്. ഞാൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് പറയുന്നുണ്ട്. മാധ്യമങ്ങളെ മാത്രമല്ല, അത് അവരുടെ തന്നെ നേതൃത്വത്തോട് കാണിക്കുന്ന ഒരു വെല്ലുവിളി എന്ന നിലയിലാണ് താൻ ഇവിടെ ഉണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ സ്വതന്ത്രനായി എല്ലാ വിധത്തിലും അവിടെ നിൽക്കാനും പ്രവർത്തിക്കാനും രാഹുലിന് വഴിയൊരുക്കും നിങ്ങളും, ഇല്ലേ? അല്ല, ഞങ്ങളല്ലല്ലോ വഴിയൊരുക്കുന്നത്. KPCC നേതൃത്വമല്ല, കോൺഗ്രസ് നേതൃത്വമല്ല വഴിയൊരുക്കുന്നത്. കഴിഞ്ഞ 15 ദിവസക്കാലമായിട്ട് ഒരു MLA കാണാനില്ല. അതേ MLA അന്വേഷിച്ച് കേരളത്തിലെ പോലീസ് നടക്കുക. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച, 2 ബലാത്സംഗ കേസുകൾക്ക് FIR രജിസ്റ്റർ ചെയ്ത ഒരു പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള ഉപാധികളുമില്ലാതെ യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാതെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുക. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒത്തുകച്ചവടത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നാടകമാണ് ഇത് കാണിക്കുന്നത്. കേരളത്തിലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പീഡന കേസിൽ ഉൾപ്പെട്ടാൽ അയാൾക്ക് 24 മണിക്കൂറിനുള്ളിൽ ജാമ്യം കിട്ടുന്ന കഥ എവിടെയെങ്കിലും ഇതിന്റെ ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? 2 ബലാത്സംഗ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു MLA-ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുന്നു. 13 ദിവസക്കാലത്തോളം ഇയാളെ കള്ളനും പോലീസും കളിക്കുകയല്ല. കേരളത്തിലെ പിണറായിയുടെ പോലീസും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി 2 മുന്നണികളും ചേർന്ന്? അപ്പോ BJP എന്തായാലും തടയില്ല, വഴി തടയില്ല, വേറെ പ്രതിഷേധങ്ങളൊന്നും BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തും. ഭാരതീയ ജനതാ പാർട്ടി ഔദ്യോഗികമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഒരു വേദിയും പങ്കിടാൻ തയ്യാറല്ല. അതാണ് ഞങ്ങളുടെ നിലപാട്.
രാജിവെക്കുന്നത് വരെ ഞങ്ങളുടെ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകും. ശരി, വളരെ നന്ദി ശ്രീ സി കൃഷ്ണകുമാർ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. പ്രത്യക്ഷത്തിൽ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുത്തില്ല എന്ന ഒരു സൂചനയാണ് സി കൃഷ്ണകുമാറിന്റെ വാക്കുകൾ നൽകുന്നത്. ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്താൽ അല്ലാതെ തടയുന്നതോ പ്രതിഷേധിക്കുന്നതോ ആയ സമീപനം ഉണ്ടാകില്ല എന്ന് സി കൃഷ്ണകുമാർ പറയുകയാണ്. അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, രാഹുലിന് കാര്യങ്ങൾ എളുപ്പമാണ് എന്നതാണ് തോന്നുന്നത്. നേരത്തെ രാഹുലിനെ തടയില്ല എന്ന ഡിവൈഎഫ്ഐ നിലപാടെടുത്തതോടുകൂടിയാണ് രാഹുൽ പാലക്കാട് സജീവമാകുന്നതും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെ രാഹുൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. രാഹുൽ എവിടേക്കാണ് കോടതിയിലുള്ള കേസാണ്, പക്ഷേ സർക്കാർ വീണ്ടും അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അതും രാഹുലിനെതിരെ കുരുക്കാനുള്ള ശ്രമം തോന്നുന്നു. നിങ്ങൾ എന്തിനാ വന്നത്? എന്താണ് എന്തായിരുന്നു നൽകാൻ MLA-ക്ക് പരാതി കൊടുക്കാനാണോ? അന്വേഷിക്കാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ പരാതി കൊടുക്കണം. ചെറിയ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യത്തിനായിട്ടാണോ? അതെ, ഞങ്ങളുടെ ആവശ്യത്തിനായിട്ട്. ഇതിനു മുമ്പ് വന്നു MLA ഇല്ലാത്ത ദിവസങ്ങളിൽ ഒന്ന് പോയി മടങ്ങിയവരാണോ? വന്ന് മടങ്ങിയവരാ. ഞങ്ങൾ ഈ കോളനിക്കാരാ. MLA വന്നതറിഞ്ഞു വന്നതാ. എന്താണ് രാഹുൽ പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളോട് നല്ല പോസിറ്റീവായിട്ടുള്ള സമീപനം. പാർട്ടിയുടെ പിന്തുണയില്ല രാഹുലിനെ. സ്വാഭാവികമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ MLA ആയിട്ട് എങ്ങനെയുണ്ടായിരിക്കുന്നത്? MLA ആയിട്ട് ഫണ്ട് പാസ്സാക്കാൻ അതൊക്കെ നടക്കുന്ന വിഷയങ്ങൾ പാസ്സാക്കി വെച്ചത് എക്സിക്യൂട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതിന് ഒരു തടസ്സമില്ല, നിയമ തടസ്സമില്ല. നിങ്ങൾ MLA പിന്തുണയ്ക്കുന്നതാണ്? MLA പിന്തുണയ്ക്കണമല്ലോ, ഇവിടെ നിന്ന് ജയിച്ച ആളാണല്ലോ. ഈ രണ്ട് കേസുകളിൽ പ്രതിയായിട്ടുള്ള പിന്തുണയ്ക്കുന്ന ഒരു മിനിറ്റ് സാർ, നമുക്ക് പറയാൻ കഴിയില്ല, കോടതി തീരുമാനിക്കട്ടെ. MLA ആയിട്ടുള്ള ആളെ MLA സ്ഥാനം ഉള്ളിടത്തോളം അത് MLA തന്നെയാണ്. ഇനി അദ്ദേഹത്തിന് ആരോപണങ്ങളൊന്നും നിങ്ങളൊരു സാധാരണക്കാരൻ നിലയിൽ എങ്ങനെ കാണുന്നു? സാധാരണക്കാരൻ എന്ന നിലയിൽ വീക്ഷിക്കുമ്പോൾ ഇതിലെ സത്യസ്ഥിതി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊരു ബലാത്സംഗമല്ല, നിയമപ്രകാരമുള്ള ബലാത്സംഗമല്ല. അവർ തമ്മിലുള്ള എന്ത് ബന്ധമുണ്ടെങ്കിലും രാഹുലിന്റെ വാദങ്ങൾ അംഗീകരിക്കുന്നതല്ലല്ലോ പ്രശ്നം. നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള, ഞാനൊരു വക്കീലായതുകൊണ്ട് പറയാണ്, സുപ്രീം കോടതികളുടെ വിധികൾ അനുസരിച്ച് ഉഭയസമ്മത പ്രകാരം ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടാൽ പോലും തെറ്റല്ല. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അത് ബലാത്സംഗമായി ചിത്രീകരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കേസ് ബലാത്സംഗമാണ്, വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നതാണ് രണ്ടാമത്തെ പരാതിയിൽ പറയുന്നത്. പക്ഷേ രാഹുലിനെ കാണാനെത്തിയ, രാഹുലിനെ അനുകൂലിക്കുന്ന ആ വ്യക്തികൾ അതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ പ്രതികരണം ആ വിധത്തിലുള്ളതാണ്. കാരണം ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ആ സംഗതി രാഹുലിനെ കാണാനെത്തി, വന്ന സ്ഥിതിക്ക് കാണാനെത്തി, അത്രയേ ഉള്ളൂ. തീർച്ചയായും രേണുക, അതുതന്നെയാണ് ഇവരെ സംബന്ധിച്ച്. അവരുടെ അടുത്താണ്, ഈ കോളനിയിൽ തന്നെ താമസിക്കുന്നവരാണെന്നാണ് പറയുന്നത്. രാഹുൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. ഇവിടെ നിന്നും പോയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. ശരി, അനുമോദാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഓഫീസിൽ വന്ന് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. വീട്ടിലും ഇതിന്റെ ബാക്കി നാടകം സെറ്റ് ചെയ്തിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. എന്തായാലും വീട്ടിലേക്ക് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ വന്ന രണ്ടുപേരാണ് രാഹുലിനെ അനുകൂലിക്കുന്നവരാണ് എന്നവർ പറയുന്നു. MLA സ്ഥാനം രാജിവെക്കാത്തിടത്തോളം കാലം MLA ആണ്, അതുകൊണ്ട് വന്നു എന്നതാണ് അവർ സൂചിപ്പിക്കുന്നത്. പറയാനുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാകാനുള്ള തീരുമാനത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനുള്ള നീക്കങ്ങളാണ് ഒളിവിലിരുന്ന് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ അറസ്റ്റ് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇതിന്റെ മറ്റ് വശങ്ങൾ കൂടി നമുക്ക് നോക്കണം. TG സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, ഈ ജാമ്യാപേക്ഷയെ തള്ളിയ, മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ച നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഉടൻ പരിഗണനയിലേക്ക് വരും എന്ന് കരുതുകയാണ്. അതിൽ മേൽക്കോടതിയിൽ മറിച്ചൊരു തീരുമാനമുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വീണ്ടും ഒളിവിൽ പോകുമോ? അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കേസിൽ തനിക്ക് അനുകൂലമാകുമെന്ന് കണ്ടിട്ടാകും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഉറച്ച നിലപാടുകളോടെ പാർട്ടിയെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ എത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കോടതികൾ, നമുക്കറിയാം സമീപകാലങ്ങളിൽ കോടതികളിൽ നിന്ന് വരുന്ന വിധികളൊക്കെയും ഇങ്ങനെയുള്ള കേസുകളിൽ എങ്ങനെയാണ് എന്നൊരു ബോധ്യമുണ്ട്. അപ്പോൾ അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു രാഹുൽ എന്ന് വേണമോ മനസ്സിലാക്കാൻ?
കോടതി വിധി അനുകൂലമാകും, അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷ രാഹുലിന് സ്വാഭാവികമായും ഉണ്ടാവും. ഇനി അതിനുമപ്പുറം രാഹുലിന് ഇനിയും ഒളിവ് ജീവിതം തുടരാനാവില്ല, അനന്തമായി എങ്ങനെയെന്നും ഒളിവ് ജീവിതത്തിൽ കഴിയാനാവില്ലല്ലോ. ആ ഒരു തീരുമാനം കൂടി രാഹുലിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവണം. കാരണം ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസമാണ്. ഇന്ന് കോടതിയിൽ നിന്നും ഇത്തരമൊരു സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായപ്പോൾ ഇന്ന് വോട്ട് ചെയ്യാൻ എത്തുക എന്നത് അദ്ദേഹം നിലപാടെടുത്തതാണ്. ഒരുപക്ഷെ പാലക്കാട് നിന്ന് പോരാടാനുള്ള നീക്കത്തിൻ്റെ ഭാഗം കൂടിയാവാം ഇന്ന് വോട്ട് ചെയ്യാനെത്തിയ നീക്കം. ഇന്ന് വോട്ട് ചെയ്യാതിരുന്നാൽ ഒരുപക്ഷെ അത് അദ്ദേഹത്തിന് പ്രാദേശിക വികാരം ഒരുപക്ഷെ എതിരായിരുന്നിരിക്കാം. പക്ഷേ വോട്ട് ചെയ്യാൻ എത്തിയതുകൂടി രാഹുലിനൊപ്പം ഉണ്ട് എന്ന് നമ്മൾ കരുതുന്ന ആ ആൾക്കൂട്ടത്തിൻ്റെ പിന്തുണ ഒന്നുകൂടി ഒപ്പം ചേർക്കാൻ കഴിഞ്ഞു എന്ന് രാഹുൽ വിശ്വസിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാവാം രാഹുൽ ഇത്തരമൊരു തന്ത്രം സ്വീകരിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നാളെ കഴിഞ്ഞ് വരും. അതിനുശേഷവും ഈ രാഹുൽ വിവാദം കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കും, അല്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാവുമെന്ന് തർക്കമില്ല. നിയമ പോരാട്ടം ഒരു വശത്ത് നടക്കുന്നു. ഇനി കോടതിയിൽ നിന്നും നിയമ സംവിധാനങ്ങളിൽ നിന്നും രാഹുലിന് പൂർണ്ണ പിന്തുണ കിട്ടി എന്ന് തന്നെ കരുതുക. എന്നിരുന്നാലും രാഹുൽ പാർട്ടിയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുകയാണ്. അവിടെ കോൺഗ്രസിനകത്ത് ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പത്തിനൊപ്പം തന്നെ ഇടത് BJP കേന്ദ്രങ്ങളും ഇത് പ്രചരണ വിഷയമാക്കി കഴിഞ്ഞാൽ അത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയായി മാറും. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് നേരിട്ട രാഹുൽ പ്രതിസന്ധി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും നേരിടേണ്ടി വരുമോ എന്നതാണ് ആകാംക്ഷയുയർത്തുന്നൊരു കാര്യം. നിലവിലെ ചിത്രം രാഹുൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. കാരണം ഇപ്പോഴത്തെ നീക്കങ്ങൾ തെളിയിക്കുന്നതും അതുതന്നെയാണ്. എന്തായാലും രാഹുലിൻ്റെ നീക്കത്തോട് നാളെ ഒരുപക്ഷെ കൂടുതൽ പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. KPCC പ്രസിഡന്റും VD സതീശനും അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രാഹുൽ കാണിക്കുന്ന നീക്കത്തിൽ തങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന നിലപാട് അവരെടുത്തേക്കാം. പക്ഷേ രാഹുൽ കാണിക്കുന്ന ഓരോ നീക്കങ്ങൾക്കും കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുന്നതാണ് എന്ന കാര്യം BJP നേരത്തെ പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസുമായുള്ള ധാരണയിലാണ് എന്ന വാദം BJPയും CPM ഉന്നയിക്കും. സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ടി വരും കോൺഗ്രസിന് എന്നതുകൂടിയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് അണികൾക്കിടയിലടക്കം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനും വിള്ളലും ഉണ്ടാക്കാനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം ഇടവെക്കാനുള്ള സാധ്യത ചെറുതല്ല. അതൊരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയാലും രാഹുൽ എന്ന ഭീഷണി കോൺഗ്രസിനെ വിട്ടൊഴിയുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിലെ തന്നെ പല പ്രമുഖരും പാലൂട്ടി വളർത്തിയ വിഷമുള്ള പാമ്പായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. അതിനെ വലിയ ഭീഷണിയായി ഇപ്പോൾ കോൺഗ്രസിന് മേൽ തന്നെ ചീറ്റിയടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും അതിന്റെ സന്ദേശങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയ ഇന്നത്തെ വരവിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓഫീസിൽ നിന്നിറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് പോയിരിക്കുകയാണ്. പാലക്കാട് തന്നെ ഉണ്ടാകുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്കും വിശദാംശങ്ങളിലേക്കും ഒക്കെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഓഫീസിലേക്ക് എത്തി അവിടെ നിന്ന് ഇപ്പോൾ ഫ്ളാറ്റിലേക്ക് പോയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് സജീവമാവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തിരിച്ചുവരവ് നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ 15 ദിവസത്തിന് ശേഷമാണ് പാലക്കാട് എത്തുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ PR വർക്ക് നടത്തുന്ന ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ ഉറക്കമിളച്ച് അതിജീവിതമാരെ അപമാനിക്കാനും അതിജീവിതമാർക്കൊപ്പം നിൽക്കുന്നവരെ അവഹേളിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കുറച്ചുകൂടി ഊർജ്ജസ്വലരായിരിക്കുന്നു. നമ്മളുടെ ഈ ലൈവ് പോകുന്ന യൂട്യൂബിന്റെ ലിങ്കിൽ കയറിയാൽ നമുക്ക് മനസ്സിലാകും രാഹുൽ മാങ്കൂട്ടത്തിൽ ടീം എങ്ങനെ ഊർജ്ജസ്വലമായിരിക്കുന്നു എന്നത്. എന്താ മാപ്രകൾ പറയുന്നതെന്ന് ചോദിക്കുന്നു. നിനക്കൊന്നും കൂട്ടിയാൽ കൂടില്ല എന്നതാണ് പറയുന്നത്. ആങ്കറുടെ രോദനം ചാനലുകാർക്ക് 2 ദിവസത്തിനുള്ളിലായി ഉള്ളതായി കരഞ്ഞു തീർത്തോളൂ നിങ്ങളൊക്കെ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും രാഹുലിന് വേണ്ടിയുള്ള PR വർക്കുകൾ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി നടത്തുന്നു. അവർക്ക് കുറച്ചുകൂടി ആവേശം കിട്ടിയിരിക്കുന്നു. ഇവരോടൊക്കെ പറയാനുള്ളത് നാറിയവനെ ചുമന്നാൽ നാറിയവൻ ചുമക്കുന്നവനും നാറുമെന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പണിയെടുത്ത രാഹുൽ ഈശ്വർ ഇപ്പോഴും കോടതിക്കുള്ളിലാണ്. ആ ഓർമ്മയുണ്ടായാൽ നന്ന്. യൂട്യൂബ് ചാനലുകൾക്കും ഈ ഇമാതിരിയുള്ള ലിങ്കുകൾക്കും താഴെ വന്ന് അവഹേളിക്കുന്നവർ ഓർത്തിരിക്കാൻ പറയുകയാണ്. നിങ്ങളെ കാത്തിരിക്കുന്നത് രാഹുൽ ഈശ്വറിന്റെ വിധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ വന്ന് ചിരിച്ച് കളിച്ച് പാലക്കാട് എത്തി. പക്ഷേ 2 ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ ഇപ്പോഴും അകത്ത് കിടക്കുകയാണ് രാഹുൽ ഈശ്വർ. അവരുടെ ഗതിയാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ ഈ രോദനം എഴുതിയവർക്കുള്ള മറുപടി. TG സജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. സജിത്ത്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയം എങ്ങനെ UDF-നെ ബാധിക്കും, കോൺഗ്രസിനെ ബാധിക്കും എന്നതാണ്. പക്ഷെ നോക്കൂ, ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയിട്ട് ഒരു പരാതി ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ അന്വേഷണ സംഘത്തിന് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ട് 15 ദിവസം, അതിൽ ഒരു ദിവസം ഇന്നലെ കോടതിയുടെ ഈ അറസ്റ്റ് തടഞ്ഞുള്ള നടപടി വരുന്ന ദിവസം മാറ്റിയാൽ 14 ദിവസം കൈവശമുണ്ടായിരുന്നല്ലോ.
എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടായില്ല എന്നൊരു ചോദ്യം ഉണ്ടാകില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഉള്ളിൽ നിന്ന് വരെ വിവരം ചോർത്തി ഒളിയിടം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കാനാണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നത് എന്ന് വരുമ്പോൾ തന്നെ ഇത് എന്തുകൊണ്ട് ഇത്രയും സാഹചര്യം കിട്ടിയിട്ട് ഇത്ര ദിവസം കിട്ടിയിട്ട് അറസ്റ്റ് ചെയ്തില്ല? നിങ്ങളുടെ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടോ എന്നൊരു ചോദ്യം മറുപക്ഷത്തോടും സർക്കാരിനോടും ഉയരില്ലേ സജിത്ത്? സ്വാഭാവികമായും പോലീസ് എങ്ങനെ രാഹുലിനെ കണ്ടെത്തിയില്ല എന്ന ചോദ്യത്തിന് പഴി പോലീസിന് നേരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 15 ദിവസം, അത് കേരളത്തിന് പുറത്താണെങ്കിൽ പോലും ഇത്ര സംവിധാനമുള്ള കേരള പോലീസിന് ഒരു MLA കണ്ടെത്താൻ കഴിയാതെ പോയത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതിക്കാരി എത്തുമെന്ന് മുൻകൂർ അറിഞ്ഞിട്ടും തയ്യാറെടുക്കാതെ കണ്ണാടിയിൽ തൻ്റെ മണ്ഡലത്തിലുണ്ടായിരുന്ന MLAയെ ഒളിവിൽ പോവാൻ അനുവദിക്കുകയല്ലേ ചെയ്തത്? അതല്ലെങ്കിൽ പോലീസിന് പിഴച്ചതെവിടെ എന്ന ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരും. എന്തായാലും ഇതൊക്കെ ബോധപൂർവമാണോ, അതല്ലെങ്കിൽ രാഹുൽ ഒളിവിൽ കഴിയട്ടെ, ആ ഒളിവ് ജീവിതം അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം, പേരുദോഷം അത് തങ്ങൾക്ക് നേട്ടമാകാമെന്ന് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഇടതുമുന്നണിയും കരുതിയത് കൊണ്ടാണോ പോലീസ് അത്തരം ഒരു നിലപാടെടുത്തത്? ഇതൊരു രാഷ്ട്രീയ ആക്ഷേപമാണ്, ആക്ഷേപത്തിന് പ്രസക്തിയുമുണ്ട്, അതങ്ങനെ നിൽക്കുന്നു. അതല്ല, പോലീസിൻ്റെ പരാജയമായിരുന്നു. യഥാർത്ഥത്തിൽ പണിയെടുത്തിട്ടും രാഹുലിനെ കിട്ടാതെ പോയിട്ടും പരാജയമാണോ? അങ്ങനെയെങ്കിൽ രാഹുൽ അതിവിദഗ്ധമായി തന്നെ ഈ സംവിധാനങ്ങളെല്ലാം കബളിപ്പിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നു എന്ന് കൂടി വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനി അവശേഷിക്കുന്ന ചോദ്യം ഇതാണ്: എവിടെയായിരുന്നു രാഹുൽ എന്ന ചോദ്യമാണ്. അതിന് ഉത്തരം കണ്ടെത്തേണ്ടി വരും. രാഹുൽ കർണാടകയിലായിരുന്നോ, തമിഴ്നാട്ടിൻ്റെ മറ്റ് മേഖലകളിലായിരുന്നോ, കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടി വരും. അത് തൽക്കാലം രാഹുൽ അത് പറയാൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാവുന്നത്. അന്വേഷണ സംഘത്തിന് മുന്നിലാവണം ഇനി രാഹുൽ മനസ്സ് തുറക്കുക എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ എത്തുമ്പോൾ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കും. അതിനുശേഷം തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തും. രാഹുലിന് നോട്ടീസ് കൈമാറും. ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ തിങ്കളാഴ്ച ഹാജരാവണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായ കോടതിയുടെ നിർദ്ദേശം നടപ്പിലാക്കാനുള്ള ബാധ്യത രാഹുലിനുണ്ട്. അതുകൊണ്ട് രാഹുൽ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവണം. അതല്ലെങ്കിൽ അന്വേഷണ സംഘം നോട്ടീസ് നൽകുന്നതനുസരിച്ച് ആ സ്ഥലത്താണ് എത്തേണ്ടി വരിക. ഇത് രാഹുൽ നേരിട്ട് തന്നെ ഹാജരാവണം. അപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും രാഹുൽ ഹാജരാവുക, ചോദ്യം ചെയ്യലിന് വിധേയനാവുക. അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുലിന് ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടി വരുമെന്നതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്: സംസ്ഥാനം സമീപകാലത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു MLAയെ കുരുക്കിയ ബലാത്സംഗ പരാതികളിൽ തുടർ വാർത്തകൾക്കും സാധ്യത നിരവധി. കാരണം ഇതിൽ ഇനിയും പരാതികൾ ഉണ്ടാകുമെന്ന മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സൂചന തന്നെ അതിൻ്റെ നീക്കമായി മാറാം. അങ്ങനെയെങ്കിൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കെ പുതിയ പരാതികൾ ഉയർന്നു വരികയും രാഹുലിന് കൂടുതൽ കുരുക്കിലേക്ക് പോവുകയും ചെയ്യുമോ? അതല്ല, ഇതിനെയെല്ലാം നിയമപരമായി ഞാൻ നേരിട്ട് കൊള്ളാമെന്ന രാഹുലിൻ്റെ ആത്മവിശ്വാസമാണോ വിജയം കാണുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറമാണ് രാഷ്ട്രീയ പ്രതിസന്ധി. സ്വന്തം പാർട്ടി രാഹുലിനെ പിന്തള്ളിക്കഴിഞ്ഞു, പുറന്തള്ളിക്കഴിഞ്ഞു. ഇനി പാർട്ടിയുടെ പ്രാഥമിക അംഗം പോലും അല്ലെന്ന് പറയുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനി മുഖം രക്ഷിച്ചാൽ പോലും, നിയമപരമായി മുഖം രക്ഷിച്ചാൽ പോലും രാഹുലിന് തൽക്കാലം കോൺഗ്രസിലേക്ക് തിരിച്ചു വരാൻ വഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചെറിയ സമയപരിധി മാത്രം. അതുകൊണ്ട് തന്നെയാണ് തിരികെ വരാൻ സാധ്യതയില്ലെന്ന് കരുതുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടിയെയും മുന്നണി സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ പാലക്കാട്ട് ഒരു ബദൽ നീക്കം നടത്തുകയാണോ എന്ന ചോദ്യം കൂടിയാണ് ഉണ്ടാവുക. ഇനി അതല്ല, നാടകീയമായ രാജിപ്രഖ്യാപനം നടത്തുമോ? ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയുണ്ട്. എല്ലാത്തിനും ഒരു രാജിപ്രഖ്യാപനം ഉണ്ടാകും എന്ന TG സജിത്ത് ചോദ്യമുനയിൽ നിർത്തുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ വരവും പെർഫോമൻസും കാണുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന നടപടി ആ വ്യക്തിയിൽ നിന്നുണ്ടാകും എന്ന ഒരു സൂചനയില്ല. മറ്റൊരു കാര്യം നമ്മൾ ഇവിടെ അറിയണം. ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിച്ച ദിവസം കൂടിയാണ് ഇന്ന്. ലൈംഗിക വൈകൃതമുള്ള വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വലിയ വിമർശനം ഉന്നയിച്ച ഒരു ദിവസം കൂടിയാണ്. ആ ദിവസം വൈകിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തിയിരിക്കുന്നത്. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് ഇത്തരം ലൈംഗിക വൈകൃതമുള്ളവരെ വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് പിന്തുണയ്ക്കാൻ പോയാൽ അത് പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നൊരു സന്ദേശം കൂടി മുഖ്യമന്ത്രി കോൺഗ്രസ് പാർട്ടിക്ക് UDFന് നൽകിയ ഒരു ദിവസമാണ് ഇന്ന്. KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നാണ് അത്തരമൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതിനെ അതിശക്തമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ ആദ്യ നടപടി രാഹുൽ മാങ്കൂട്ടത്തിനെ എടുക്കുമ്പോഴും ഈ വിധത്തിലുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളെ ഒരു ഭാഗത്ത് കാണുന്നു. അതിൽ വെള്ളം ചേർക്കാൻ പണിപ്പെടുന്ന
കുറെ അധികം ആളുകളെ മറുവശത്ത് കാണുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും തള്ളി പറയാതിരുന്നിട്ടും AI സൃഷ്ടിച്ച ശബ്ദങ്ങളാണ് നമ്മൾ ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞത് UDF-ന്റെ കൺവീനറായ അടൂർ പ്രകാശാണ്. ആ അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം ദിലീപ് വിഷയത്തിലെടുത്ത നിലപാട് എന്താണെന്ന് കണ്ടു. ദിലീപിന് നീതി കിട്ടി എന്ന രീതിയിലാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത്. അപ്പോൾ ഈ നേതാക്കളുടെ ഒക്കെ ഇരട്ടത്താപ്പ് പലകുറി പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് അവരെടുത്തിരിക്കുന്ന ഈ നിലപാടിൽ എത്രമാത്രം ഉറച്ചു നിൽക്കാൻ കഴിയും, പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ കഴിയും എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. രാഹുൽ സജീവമാകണം എന്ന് പറഞ്ഞത് മുൻ KPCC അധ്യക്ഷനാണ്. സ്വയം അന്വേഷണം നടത്തി കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നാണ് അന്ന് മുൻ KPCC അധ്യക്ഷനായ K. സുധാകരൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ ലൈംഗിക വൈകൃതത്തെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പലരും കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയായിരിക്കെ കോൺഗ്രസിന് മുഖം രക്ഷിക്കാൻ കഴിയുമോ എന്നതാണ് നമ്മൾക്ക് അറിയേണ്ടത്. അങ്ങനെ പലരുടെയും പിന്തുണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാം വരവ് നടത്തിയിരിക്കുന്നത്. പാലക്കാട് 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഇന്ന് വോട്ട് രേഖപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി പാലക്കാട്ടെ ഫ്ളാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊപ്പം CV അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഫ്ളാറ്റിലെത്തിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഇന്നു മുതൽ തന്നെ പാലക്കാട് സജീവമാകുന്നതിന്റെ സൂചനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകി. BJP എന്തായാലും ഔദ്യോഗിക പരിപാടികളിലല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെങ്കിലും പോയാൽ യാതൊരു വിധത്തിലുമുള്ള പ്രതിഷേധം ഉയർത്തില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതേസമയം വോട്ട് ചെയ്യാൻ എത്തിയെടുത്ത് CPM പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പൂവങ്കോഴിയൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുന്നത് കണ്ടു. അപ്പോൾ നാളെ മുതലുള്ള സാഹചര്യം എന്തായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിന് സ്വതന്ത്രനായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, അതോ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധമായി എത്തുമോ? എന്താണ് നമുക്കൊരു പൊതു സാഹചര്യം പാലക്കാടിൻ്റേത് മനസ്സിലാകുന്നത്? ഇന്ന് ബൊക്കെ നൽകിയ കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടു. നാളെ ഇനി കൂടുതൽ പേർ കോൺഗ്രസുകാർ രാഹുൽ മാങ്കൂട്ടത്തിനെ നെഞ്ചേറ്റാൻ വരുമോ? എന്താണ് അവിടുത്തെ അന്തരീക്ഷം? രാഹുൽ പാലക്കാട് നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം തൃശൂർ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. അദ്ദേഹത്തോടൊപ്പമുള്ളവർക്ക് അതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ വീട്ടിലേക്ക് പോയേക്കാം എന്ന സൂചനയാണ് അവർ തരുന്നത്. എന്നാണെങ്കിലും അദ്ദേഹം പാലക്കാട് നിന്നും മടങ്ങിയിട്ട് തൃശൂർ ഭാഗത്തേക്കാണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും അവസാനമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം നിലവിൽ തന്നെ ഇന്നത്തെ ഒരു ദിവസം രാഹുലിന്റെ ലക്ഷ്യങ്ങൾ അദ്ദേഹം കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തു എന്നൊരു സംതൃപ്തിയിലായിരിക്കും അദ്ദേഹം മടങ്ങുന്നത്. കാരണം തനിക്കെതിരെ മുഖ്യമന്ത്രി പോലും ഇത്രയും അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയെ പാർട്ടിയിൽ ഒരു വിഭാഗം തന്നെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഇവിടെ പാലക്കാട് എത്തി വോട്ട് ചെയ്ത് തന്നെ പിന്തുണയ്ക്കുന്നവർക്ക് മുൻപിൽ നിന്ന് അവർ കാണുക മാധ്യമങ്ങളോട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞത് പാലക്കാട് താൻ ഉണ്ടാകുമെന്ന് ഉറപ്പുകൊടുത്ത് ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ തനിക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം അവർക്ക് മുമ്പിൽ കാണിച്ച് അദ്ദേഹം തിരിച്ചു പോകുന്നു എന്ന് തന്നെ വേണം ഈ ഒരു ഘട്ടത്തിൽ കരുതുവാൻ. ഇത് തനിക്ക് എതിരെ ചോദ്യങ്ങൾ ഉയർത്തിയ, വിമർശനങ്ങൾ ഉയർത്തിയ, കുറ്റപ്പെടുത്തലുകൾ നടത്തിയവർക്കുള്ള മറുപടിയായിട്ടാണ് രാഹുൽ ഈ കൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രവൃത്തികൾ ചെയ്തത് എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. രാഹുലിനെ ഒപ്പം നിൽക്കുന്നവർ അവർ പരസ്യമായിട്ട് ഇത് വലിയ നേതാക്കളൊന്നും തന്നെ അദ്ദേഹത്തിന്റെ കൂടെ എത്തിയിട്ടില്ല എന്നുള്ളത് കണ്ട് ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹത്തിനൊപ്പം വന്നത് KSUവിന്റെ ജില്ലാ നേതാവ് മാത്രമാണ്. അതോടൊപ്പം തന്നെ ആ പരിസരം നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട പരിസരവാസികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓഫീസ് നിൽക്കുന്ന സ്ഥലത്ത് എന്നാൽ അദ്ദേഹം ഈ ഒരു പ്രശ്നങ്ങളിൽ പെട്ടിട്ടും അത്തരത്തിൽ അദ്ദേഹം പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ചുപേരാണ് അദ്ദേഹത്തെ കാണാൻ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കോൺഗ്രസിൽ തന്നെ തനിക്കൊപ്പം നിൽക്കുന്നവരുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം രാഹുൽ ഈ സന്ദർശനത്തിലൂടെ നേടുകയും അങ്ങനെ ഉള്ളവർക്കൊപ്പം താൻ ഈ പാലക്കാട് തന്നെ തുടരും എന്ന ഒരു സന്ദേശം പാർട്ടി നേതൃത്വത്തിൽ നൽകുകയുമാണ് രാഹുൽ ഇന്നത്തെ ഈ നടപടിയിലൂടെ ചെയ്തതെന്ന് വളരെ വ്യക്തമാണ്. എന്താണെങ്കിലും നാളെ ഒരുപക്ഷെ രാഹുൽ വീട്ടിലായിരിക്കാം. ഇനി അന്വേഷണത്തിന്റെ ഒരു വലിയ പരമ്പര തന്നെ രാഹുലിനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ അവിടെ നടക്കാനിരിക്കെ രാഹുൽ പാലക്കാട് നിന്ന് മടങ്ങിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ CV അനുമോദ് നൽകുന്ന വിവരം. നേരത്തെ ഓഫീസിൽ നിന്ന് പാലക്കാട്ടെ തന്നെ ഫ്ളാറ്റിലേക്ക് പോകുന്നു എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. പാലക്കാട് ഉണ്ടാകും എന്നതാണ് മാധ്യമങ്ങളോട് അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അങ്ങനെ ഡയറക്റ്റായിട്ട് പറയുകയല്ല, എന്നെ കണ്ടാൽ മനസ്സിലാകില്ലേ
ഇത് കണ്ടാൽ മനസ്സിലാകില്ലേ എന്ന് ചോദിക്കുന്നു. പിന്നീട് മാധ്യമങ്ങളോട് ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. അങ്ങനെ പാലക്കാട് ഉണ്ടാകും എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ ഇപ്പോൾ പാലക്കാട് വിട്ടിരിക്കുന്നു എന്നതാണ് അനുമോദ് നൽകുന്ന വിവരം. എന്താണ് നീക്കം എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വളരെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടിംഗ് അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് എത്തുന്നത്, അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നത്, അവിടെ നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷോ ഓഫ് കാണിക്കുന്നത്, അവിടെ നിന്ന് ചായക്കടയിലേക്ക് പോകുന്നു, പിന്നീട് ഓഫീസിലേക്ക് എത്തുന്നു, അവിടെ തൻ്റെ കർമ്മത്തിൽ തൻ്റെ MLA എന്ന തരത്തിലുള്ള കൃത്യനിർവഹണം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. 15 ദിവസം ഈ ഉത്തരവാദിത്ത ബോധം ഈ MLAയ്ക്ക് ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കണം. നിരവധി ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് ചോദിക്കാൻ മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. ഒരു MLAയ്ക്കെതിരെയും ഇതുവരെ ഉയരാത്ത തരത്തിലുള്ള വളരെ ഗൗരവമുള്ള പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. രണ്ടാമത്തെ പരാതിയിൽ ബലാത്സംഗം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ, വിവാഹ വാഗ്ദാനം നടത്തി ബലാത്സംഗം ചെയ്തു എന്നതാണ് പറയുന്നത്. മറ്റ് ആദ്യത്തെ പരാതിയിൽ ഉൾപ്പെടെ അത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വരെ പറഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നതുൾപ്പെടെ അറിയേണ്ടതുണ്ടായിരുന്നു. പക്ഷേ മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. സത്യം ജയിക്കുമെന്നും തനിക്ക് പറയാനുള്ളത് കോടതിയിൽ പറയുമെന്നും തനിക്കെതിരെയുള്ളതും കോടതിയിൽ ഉണ്ടല്ലോ എന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്ന സന്ദേശം അത്ര ശുഭകരമല്ല. ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിന്റെ സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശരീരഭാഷ നൽകുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അവിടെ എത്തിയിരിക്കുന്നത്. കെ മുരളീധരന്റേതായിട്ടുള്ള പ്രതികരണം ന്യൂസ് 18നോട് അദ്ദേഹം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തരത്തിലുമുള്ള പുനർവിചിന്തനം ഈ കാര്യങ്ങളിൽ ഉണ്ടാകില്ല എന്നതാണ്. വലിയ കൊമ്പന്മാർ കൂപ്പുകുത്തിയിട്ടുണ്ട് എന്നതുകൂടി കെ മുരളീധരൻ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ നേതാക്കൾക്കും ഇതേ നിലപാട് തന്നെയാണോ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ വരവിൽ പ്രതിപക്ഷ നേതാവും ഒപ്പം രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നവർക്ക് എന്താണ് പറയാനുള്ളത്? അതൊക്കെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഇന്നോ നാളെയോമായി അവരുടെ പ്രതികരണങ്ങൾ ലഭ്യമാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി എങ്കിൽ പോലും ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിനൊരു ഭീഷണിയായി തുടരുന്നു എന്നതാണ് സാഹചര്യം. അതിനപ്പുറം അതിജീവിതമാരോട് പറയാനുള്ളത് പോരാട്ടം തുടരുക. ഒരിക്കലും ഇതൊരു അന്തിമ വിധിയല്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വന്നിട്ടുള്ള കോടതി പരാമർശങ്ങളിൽ ആണ് ഇത്രയധികം നെഗളിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് കാണിക്കുന്നത്. അതിൽ പിന്തിരിയരുത്. നിങ്ങളുടെ പോരാട്ടം തുടരട്ടെ.